നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയിലും എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് നമുക്ക് മാനേജ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസത്തിൽ വീഡിയോ നൽകാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷെ നമ്മൾ മുൻപ് നൽകിയിരിക്കുന്നതാണ് 22,190 സപ്പോർട്ട്. ഇത് മുൻപ് നൽകിയിരിക്കുന്ന ലെവലാണ്. ഇതൊക്കെ റിമൂവ് ചെയ്യാണ്. നമുക്ക് നിഫ്റ്റിയുടെ ഒരു ലോങ് ടൈം വ്യൂ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഹയർ ലെവലിൽ തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു സാധ്യത വന്നപ്പോൾ തന്നെ നമ്മൾ അത് സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലുകൾ നമ്മളത് കഴിഞ്ഞ മുൻപത്തെ ദിവസത്തിൽ ആ റൈറ്റ് ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ലെവലിന്റെ താഴെ റൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് നമുക്ക് മുൻപത്തെ വീഡിയോസിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവല് 22,410 ഈ ഒരു ലെവലിലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവല് മാനേജ് ചെയ്യേണ്ട രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് പറഞ്ഞു തരുന്നത് ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുൻ വീഡിയോസിലൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അതായത് 22,400 താഴത്തേക്ക് വന്നതിന് ശേഷം 22,350 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവല്. ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി 22,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. 22,400 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ട്രെൻഡ് വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത. ഇപ്പോൾ നിഫ്റ്റിയിലും പുതിയ ലോകൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നായാലും നിഫ്റ്റി ഒരു പുതിയ ലോ ടെസ്റ്റ് ചെയ്തു. 22,185 എന്ന് പറയുന്ന ലോ ടെസ്റ്റ് ചെയ്തു. ഇപ്പൊ നിഫ്റ്റി നിലനിൽക്കുന്നത് ഹയർ ലെവലിലേക്കായാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ 22,350 ലെവലില് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. 350 റെസിസ്റ്റൻസ് ആണ്. അപ്പൊ അതേപോലെ തന്നെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ 400 അടുത്തും നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളുണ്ട്. ഇപ്പൊ നിഫ്റ്റിക്കായാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി 22,200 സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. 22,200 ലെവലുകൾ നിഫ്റ്റിക്ക് സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. ആ ഒരു ലെവലിൽ നിന്നുള്ളൊരു ബൗൺസ് ആണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല ഹയർ ലെവലായാലും 22,350 400 റേഞ്ചിന്റെ അടുത്ത് നിന്നുള്ള ഒരു പ്രഷറും മാർക്കറ്റിലുണ്ട്. ഇപ്പൊ വരും ദിവസങ്ങളിലായാലും വീണ്ടും 22,200 ലെവല് വീണ്ടും താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ കൂടുതൽ വീക്ക്നെസ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും പുതിയ സപ്പോർട്ടുകൾ ടെസ്റ്റ് ചെയ്യും. സപ്പോർട്ടുകൾ പറയാം. നിഫ്റ്റി 22,350 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസുകൾ ടെസ്റ്റ് ചെയ്യും. പക്ഷെ ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവിലാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് വരെ ട്രെൻഡ് സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് തന്നെയാണ് ഇപ്പോഴും. വരും ദിവസമായാലും മാനേജ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ടും നിഫ്റ്റിയിലായാലും എക്സാക്റ്റ് ആയിട്ടുള്ള ലെവലുകൾ മനസ്സിലാക്കുക. നിഫ്റ്റി മാത്രമല്ല, നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനിലും ഇത് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളിലെ വീഡിയോസിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇതൊരു ബ്രേക്ക് ഔട്ട് ആണോ ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണോ എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു വീഡിയോ തയ്യാറാക്കിയിരുന്നു. അപ്പൊ ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിഫ്റ്റിക്ക് നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ, നിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റി, ആ ഒരു സപ്പോർട്ടിന്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ ഇതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ടിനാണ് സാധ്യത. നമ്മൾ വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഇത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ ഇതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ടിന്റെ ഒരു സാധ്യത പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ നെക്സ്റ്റ് ഡേയിലെ വീഡിയോസിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ എടുത്തു നോക്കി കഴിഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ കിട്ടും. അപ്പൊ എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി എവിടെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടൊരു ട്രെൻഡിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് വരും ദിവസത്തിൽ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ മാനേജ് ചെയ്യുമ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ വരും ദിവസങ്ങളിലെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. അപ്പോൾ നിഫ്റ്റിനേലും വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 22,330 ആണ്. ഇപ്പോൾ 330 മുകളിൽ
നിഫ്റ്റി ഇത് ഇവിടെ തൊട്ടടുത്തൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തൊട്ടടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത്. അതായത് പറയുന്നത് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 22,350 ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ആണ്. മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ആണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് 22,330. 330 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 330 താഴെ ഒരു ഓപ്പണിംഗ് വീക്ക്നെസ് ആണ്. ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. ബൈ ഓപ്പർച്യൂണിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക. 350 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 350 മുകളിലായാലും നിഫ്റ്റിക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. 350 മുകളിൽ ബൈ സെന്റിമെന്റിലാണ്. പക്ഷെ നിഫ്റ്റി 350 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ എത്രത്തോളം മുകളിലോട്ട് പോകുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. 22,405 റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഇതാണ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 350 താഴത്തേക്ക് നിലനിർത്തിയാൽ യൂട്ടിലൈസ് ചെയ്യാമെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക. 330 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് നടത്തുക. 350 മുകളിലേക്ക് വീണ്ടും സസ്റ്റെയിൻ ചെയ്താൽ ബൈര സെന്റിമെന്റിലാണ്. അപ്പോൾ നിഫ്റ്റിയിലും ലോവർ ലെവൽ സപ്പോർട്ട് 22,230 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 230 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതിന്റെ താഴെ സപ്പോർട്ട് കാണുന്നത് 22,145 സപ്പോർട്ട്. 145 എത്തുമ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 22,095 സപ്പോർട്ട്. അതുപോലെ തന്നെ 22,020 സപ്പോർട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ 22,200 ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനും സാധിച്ചിട്ടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ കറന്റ് സെന്റിമെന്റ് സ്റ്റിൽ നെഗറ്റീവ് ആണ്. ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ സാധ്യത. പക്ഷെ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലുകൾ ഇനി ഈ ഒരു ലെവലുകളൊന്നും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലിൽ ഇല്ല. പക്ഷെ എന്നിരുന്നാലും ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ബൈർ ഓപ്പർച്യൂണിറ്റിയും റൈറ്റ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ ചെയ്യുന്നത് ഈ പറയുന്ന റേഞ്ചിലല്ലെങ്കിൽ സപ്പോർട്ട് റേഷൻസിലല്ലെങ്കിൽ ഇൻ കേസ് ഇവിടുന്ന് ബൗൺസ് ചെയ്താലും 330 അടുത്തുനിന്ന് റിവേഴ്സ് ആകുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടന്റ് നൽകാവുന്നതാണ്. ഇപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കുക. ഫിൻനിഫ്റ്റി ഒക്കെ ഇന്ന് എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്ത സപ്പോർട്ടാണ് 21,410. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ഫിൻനിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഫിൻനിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫിൻനിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ 21,530, 575 എന്ന് പറയുന്ന റേഞ്ച് ഹയർ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. 21,475 ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. 475 മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ യൂട്ടിലൈസ് ചെയ്യാം. 530 റെസിസ്റ്റൻസ്, 575 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. 575 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ 530 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 470 താഴെ നിലനിന്നാൽ വീണ്ടും വീക്ക്നെസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നൽകിയിരിക്കുന്ന സപ്പോർട്ട് 21,410 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 21,325 സപ്പോർട്ട്. 21,300, 325. 300 ഹോൾഡ് ചെയ്തുകൊണ്ട് 325 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു റേഞ്ച് എത്തുമ്പോൾ ശ്രദ്ധിക്കണം. റേഞ്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് എത്തുമ്പോൾ ശ്രദ്ധിക്കണം. മാർക്കറ്റ് ഇങ്ങനെ ഈ ഒരു റേഞ്ചിൽ തട്ടി അടുത്ത റേഞ്ചിന്റെ മുകളിലേക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഷോർട്ട്സ് ആൻഡ് പൊസിഷൻ എക്സിറ്റ് ചെയ്ത് ബൈയിലേക്ക് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. 300 താഴെ ഒരു ക്യാൻഡിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. 21,245 സപ്പോർട്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസാണെങ്കിൽ 48,450 ഹയർ ലെവലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിന്റെ അടുത്തുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 48,285 താഴെ വീക്ക്നെസ് ആണ്. സപ്പോർട്ട് 48,150. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 150 താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. ലോവറിൽ അടുത്ത സപ്പോർട്ട് 47,820 ആണ്. ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു രണ്ട് റേഞ്ചിലല്ലെങ്കിൽ ഈ ഒരു ലെവലാണെങ്കിൽ ഇൻ കേസ് മുകളിലേക്ക് പോയാലും 150 അടുത്തുനിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുക. 47,820 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. 820 താഴെ നിലനിന്ന് കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസ് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്തുകൊണ്ട് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.